ഞാൻ മാർക്സിസ്റ്റ് അല്ല, ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ്. കമ്മ്യൂണിസം ഇന്ന് ക്രൈസ്തവത്തിൽ ജീവിക്കുന്നുണ്ട്. അത് പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നില്ല. മലയാള ഭാഷയിൽ കൂട്ടായ്മ എന്ന വാക്ക് കണ്ടു നോക്കിയാൽ കൂടാൻ പാടില്ലാത്തതെന്നാണ്. ഇവിടെ ഇപ്പം ഉപയോഗിക്കുന്നത് നേരെ ഒരുമ കമ്മ്യൂണിയൻ എന്നാണ് എൻ്റെ അർത്ഥം. കമ്മ്യൂണിയനുള്ളിടത്താണ് കമ്മ്യൂണിസം ഉള്ളത്. തീർച്ചയായിട്ടും സഭയ്ക്കകത്ത് നടക്കുന്നത് ഒരു വലതുപക്ഷ ഹെഗേലിയൻ വർഗീയവാദമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെയുള്ള നസ്രാണികളെല്ലാവരും ലത്തീൻ കത്തോലിക്കരല്ല, ഞങ്ങൾ സുറിയാനിക്കാരാണ്, ഞങ്ങളൊക്കെ ബ്രാഹ്മണരായിരുന്നു എന്നുള്ള വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ ശ്രമിക്കുന്നത് ക്രൈസ്തവതയല്ല. അവരൊക്കെ ജാതീയതയിൽ ആണി വെച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നു എന്ന ദുഃഖവും വിമർശനവുമാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് കന്യാസ്ത്രീ മഠങ്ങളിൽ പിള്ളേർ ചേരുന്നില്ല. എന്തുകൊണ്ട് ചേരുന്നില്ല? ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. അന്ന് അവരുടെ കൂടെ നിൽക്കേണ്ടതായിരുന്നു. ഞാൻ ആരെയും തള്ളിപ്പറയാനല്ല പറയുന്നത്. നമ്മൾ അതൊക്കെ മാന്യമായിട്ട് പരിഹരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാനോ അത് മാന്യമായി പരിഹരിക്കാനോ സഭയ്ക്ക് കഴിയാതെ പോയത് വലിയൊരു പരാജയമായിരുന്നു. ഫാദർ പോൾ തേലക്കാട്ട്, വൈദികൻ, ചിന്തകൻ, എഴുത്തുകാരൻ, തൻ്റെ 75ാമത്തെ വയസ്സിൽ ഔദ്യോഗിക ജീവിതത്തിൽ വിരമിക്കുകയാണ്. വിരമിക്കുന്നതിന് മുന്നോടിയായി മനോഹരമായൊരു ആത്മകഥ അദ്ദേഹം തൻ്റെ വിശ്വാസികൾക്ക് മുമ്പിലും തന്നെ സ്നേഹിക്കുന്നവർക്ക് മുമ്പിലും അവതരിപ്പിക്കുകയാണ്. ആത്മകഥയെ മുൻനിർത്തി അദ്ദേഹവുമായി നടത്തുന്ന സംഭാഷണമാണിവിടെ. അച്ഛന് ഈ സംഭാഷണത്തിലേക്ക് സ്വാഗതം. അച്ഛൻ ജനിച്ചത് 1949 അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം 2 വർഷം കഴിഞ്ഞ ശേഷം ജനിക്കുന്നു. അതുമുതൽ ഈ 75 വർഷം സംഭവബഹുലമായ ഒരു ജീവിതമായിരുന്നു അച്ഛൻ്റേത്. ലോകത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, രാജ്യത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇതെല്ലാം കണ്ട് വന്ന ഒരു കാലം, ഒരു ട്രാൻസിഷൻ പീരീഡ് കൂടിയാണെന്ന് തോന്നുന്നു. നൂറ്റാണ്ടിൻ്റെ തന്നെ ഒരു മാറ്റം കണ്ട ആളാണ് അങ്ങ്. എന്താണ് ഇതിൽ നിന്ന് കിട്ടിയൊരു അനുഭവം ഒന്ന് ചുരുക്കി പറഞ്ഞാൽ? വളരെ ചുരുക്കി പറഞ്ഞാൽ ഒരു വലിയ മാറ്റത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഞാൻ ജീവിച്ചത്. ഞാൻ ജീവിച്ച എൻ്റെ ഗ്രാമത്തിൽ നിറച്ച് കുടുംബങ്ങളായിരുന്നു. അതൊരു കറണ്ട് പോലും ഇല്ലാത്ത ഒരു ഗ്രാമം. എല്ലാവരും കൃഷിക്കാരും കൃഷിപ്പണിയുമായി ജീവിക്കുന്ന. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഹാരത്തിന് ഒരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടായിട്ടില്ല. പക്ഷേ കാശില്ലാത്തവരാണ് നമ്മളെല്ലാം. കൃഷിപ്പണിയാണ് എല്ലാവരും ചെയ്തത്. അങ്ങനെ ജീവിച്ച ഞാനാണ് വൈദികനായത്. ഈ വൈദിക വൃത്തിയിലേക്ക് വന്ന് ഇന്ന് ഞാൻ പുറകോട്ട് നോക്കി എൻ്റെ കൃഷിസ്ഥലത്തേക്ക് പോകുമ്പോൾ എല്ലാ സ്ഥലങ്ങളും വെറുതെ കിടക്കുകയാണ്. കൃഷി പരിപൂർണമായി നാട്ടിലില്ലാതെയായി. പൊക്കാളിപ്പാടങ്ങളായിരുന്നു അല്ലേ? നെൽപ്പാടങ്ങളായിരുന്നു. 3 പ്രാവശ്യം കൊല്ലത്തിൽ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളായിരുന്നു. ഇന്ന് ആരും കൃഷി ചെയ്യുന്നില്ല. കൃഷി വലിയ വമ്പം പരാജയമാണ്. ഒന്നും നേടുന്നില്ല. അത് ഉണ്ടാക്കിയത് അതിൻ്റെ കാലഘട്ടത്തിലാണ് ഞാൻ അത്ഭുതകരമായി കണ്ടുപിടിച്ചത് എൻറിൻ, പരാമർ തുടങ്ങിയ കീടനാശിനികളുടെ ഉപയോഗം, മണ്ണിനകത്ത് ഈ ആർട്ടിഫിഷ്യൽ വളങ്ങളിടുന്നത്. ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാലഘട്ടത്തിലെ അത്ഭുതങ്ങളായിരുന്നു. തവളയും പാമ്പും എല്ലാം ചാവുന്നത് ഞങ്ങൾ സന്തോഷത്തോടെ നോക്കിയിരുന്നിട്ടുണ്ട്. എൻറിനോ പരാമറോ ഉപയോഗിച്ച് അതൊക്കെ ചത്തുപോകും. ആ മരണം എൻ്റെ ജീവിതത്തിൽ അർപ്പിച്ചത് വലിയൊരു പ്രതിസന്ധിയാണ്. പ്രകൃതിയും അതിൻ്റെ എല്ലാം മരിക്കുന്ന ഒരവസ്ഥ. അതോടുകൂടി ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വലിയ വളർച്ച. ഞാൻ പഠിച്ചത് ഞങ്ങളുടെ നാട്ടടുത്തുള്ള പട്ടന്മാരുടെ, തമിഴ് ബ്രാഹ്മണരുടെ ഒരു കോളനിയുണ്ട്. അതിൽ അവരുണ്ടാക്കിയ, അവരുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി പഠിക്കാൻ ഉണ്ടാക്കിയ ഗണതവിലാസം ഹൈസ്കൂൾ എന്ന സ്കൂളിലാണ്. അവിടെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഈ ജീവിതവും ഈ പഠിപ്പിക്കലായിട്ട് യാതൊരു ബന്ധമുണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ പുറകോട്ട് നോക്കുമ്പോൾ അന്ന് പഠിപ്പിച്ചതെല്ലാം ഇന്ന് ശാസ്ത്ര സാങ്കേതികതയുടെ വളരെ ലളിതമായ ജീവിതത്തെ പരിവർത്തനം ചെയ്ത വിപ്ലവാത്മകമായ പരിവർത്തനത്തിലൂടെ മൊബൈൽ ഫോണടക്കം കമ്പ്യൂട്ടറടക്കമുള്ള അത്യാധുനിക സങ്കേതങ്ങളുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊരു വലിയ മാറ്റമായിരുന്നു, എടുത്തുചാട്ടമായിരുന്നു, വലിയ വിപ്ലവമായിരുന്നു. ആ വിപ്ലവമാണ് എൻലൈറ്റൻമെൻറ്റിൻ്റെ കാലഘട്ടമാണ്.
ആ എൻലൈറ്റൻമെൻറ്റ് ചിന്തിക്കാൻ ധൈര്യപ്പെടുക എന്നാണ് അതിന് നിർവഹിച്ചുകൊണ്ട് മുദ്രാവാക്യമായി കാന്റ് പറഞ്ഞത്. ആ ചിന്തയുടെ ലോകത്തിലാണ് രണ്ടാം ലോകമഹായുദ്ധവും നാസിസവും ഉണ്ടായത്. അതൊക്കെ നോക്കുമ്പോൾ ഭീകരമായ ഭീതിയോടെ മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് നാസിസം പോലുള്ളൊരു സിദ്ധാന്തം യൂറോപ്പിലെ ജർമ്മനിയിൽ ഉണ്ടായി എന്നതിന് വിശദീകരണമില്ല. അത് ലോകത്തെ കീഴടക്കുന്ന 60 ലക്ഷം യഹൂദരെ കൊന്ന ഒരു പ്രതിസന്ധിയായിരുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഗൗരവമായ യൂറോപ്യൻ നാഗരികതയെ പരിപൂർണമായി ചോദ്യം ചെയ്ത ഒരു സന്ദർഭമാണിത്. അത് കഴിഞ്ഞിട്ട് ചിന്താ പദ്ധതിയിലുണ്ടായ മാറ്റങ്ങളും പ്രധാനമാണ്. തത്വചിന്ത പരിപൂർണമായി മാറി, എക്സിസ്റ്റൻഷ്യലിസമായി. അതാണ് കാമുവും സാർത്തറും ഹൈഡഗറും ഒക്കെ ഉണ്ടാക്കിയത്. ആ ചിന്തയിൽ മുന്നോട്ട് പോകും എന്ന് കരുതിയവർ ആ ചിന്തയിൽ നിരാശാജനകമായ നമ്മുടെ നീഷെ പറഞ്ഞ വിൽ ടു പവർ, അധികാരത്തിനുള്ള ഇച്ഛ, അതാണ് നാസിസം ഉണ്ടാക്കിയത്. അതിൻ്റെ അപകടം തിരിച്ചറിയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരികയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പ്രമാണിച്ചു. ഇന്ത്യയിൽ ഞാൻ ജീവിച്ച ലോകം ജാതീയതയുടെ ലോകമായിരുന്നു. ഞങ്ങൾക്ക് ഭൂമി ഉണ്ടായിരുന്നു കർത്താവ് സാറിന്. ആ സാറിൻ്റെ ഭൂമിയിൽ കൃഷി ചെയ്ത് കറ്റ കൊണ്ട് അവരുടെ വീട്ടിൽ വെച്ച് ചെയ്യണ ഒരു പങ്ക് വാരമായിരുന്നത്. അവിടെ വീട്ടിൽ കൊണ്ടുപോയി അവരുടെ 2 കുട്ടികൾ, സാറിൻ്റെ 2 ആൺമക്കൾ എൻ്റെ കൂടെ പഠിക്കുന്നത്. പക്ഷേ എനിക്ക് പോലും ഒരു ഗ്ലാസ് വെള്ളം അവർ തരില്ല. വെള്ളം തരണമെങ്കിൽ ചേമ്പലയിൽ കുമിള് കാണിച്ച് വെള്ളം പിടിക്കണം. ഞങ്ങളോട് ക്രിസ്ത്യാനികളോട് വലിയ ആദരവുള്ള കൂട്ടരായിരുന്നു. എന്നിട്ട് പോലും വെള്ളം കുടിക്കാൻ എനിക്ക് കിട്ടില്ല. ഇതൊക്കെ അനുഭവിച്ചവരാണ്. ഞാൻ ബ്രാഹ്മണരുടെയൊക്കെ ജീവിതത്തിൽ പങ്കെടുത്തുള്ളവരാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ വലിയൊരു മാറ്റമാണ് ജനാധിപത്യം ഉണ്ടാക്കിയത്. എല്ലാവരും സഹോദരന്മാരാണ്, സമത്വമാണ്, സ്വാതന്ത്ര്യമാണ്. അതൊക്കെ ഉണ്ടാക്കിയത് വലിയ ലോകമായിരുന്നു. ആ ലോകം അസ്തമിക്കുകയാണോ എന്നൊരു ഭയത്തിലാണ് ഞാൻ പടിയിറങ്ങുന്നത്. ഇതാണ് ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. മൗലികവാദമാണ്. വലിയ പുരോഗമനത്തിൻ്റെ നൂറ്റാണ്ടുകളാണുണ്ട്. 20-ാം നൂറ്റാണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 21-ാം നൂറ്റാണ്ടായപ്പോൾ ലോകം മുഴുവൻ കമ്പോളത്തിൻ്റെ പിടിയിലാകുന്നു. മാർക്സിസത്തിൻ്റെ പരാജയം, ഇതൊക്കെ ഞാൻ കണ്ടതാണ്. ആഗോളവൽക്കരണം ഇതെല്ലാം ഉണ്ടായപ്പോൾ ആഗോളവൽക്കരിച്ചത് എന്തായിരുന്നു? മാർക്കറ്റാണ്, കമ്പോളമാണ്. അത് സ്വന്തം കാര്യത്തിന് ലാഭത്തിന് വേണ്ടിയുള്ള കച്ചവടമാണ്. ആ കച്ചവട ചിന്ത എല്ലാ തലങ്ങളിലേക്ക് വ്യാപിച്ചു. മതത്തിൻ്റെ മണ്ഡലത്തിൽ, ധാർമ്മികരുടെ ലോകത്തിൽ, കലയുടെ മണ്ഡലത്തിൽ, സാഹിത്യത്തിൻ്റെ മണ്ഡലത്തിൽ, സംഗീതത്തിൻ്റെ മണ്ഡലം, എല്ലാം അഡോർണോ പറഞ്ഞതുപോലെ ആർട്ട് ഇൻഡസ്ട്രി, സാഹിത്യം ഇൻഡസ്ട്രിയായി, കല ഇൻഡസ്ട്രിയായി. ഇവിടെയാണ് നമ്മൾ നേരിടാൻ പോകുന്നത് വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലാണ്. ഇവിടെയാണ് മനുഷ്യനെക്കുറിച്ചുള്ള ചിന്ത എവിടെയൊക്കെയോ എന്തൊക്കെ പറ്റുന്നു, മനുഷ്യൻ ചിന്തയുടെ പരിധിയിലുള്ള ഇല്ലാതെ പോകുന്നു, മറ്റെന്തൊക്കെയാണ് ആളുകൾ ചിന്തിക്കുന്നത്. എല്ലാവരും സ്വന്തം തനിമയിലേക്ക് പിന്മാറുകയും ഐഡൻറ്റിറ്റിയുടെ കാര്യം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നത് മനുഷ്യത്വത്തിൻ്റെ ഭാവിയിൽ ഇരുട്ട് വ്യാപിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 74 വൈദികനാകും. 1974 അങ്ങ് വൈദികനാകുമ്പോൾ എന്തായിരുന്നു വൈദികനാകാനുള്ളൊരു ദൈവവിളി? എൻ്റെ സജി ജെയിംസ്, ഞാനിങ്ങനെ എന്നെ ദൈവം ഒന്ന് വിളിച്ചു എന്നാരും എന്നോട് പറഞ്ഞിട്ടില്ല. എൻ്റെ വീട്ടിലോ നാട്ടിലുള്ള ആരും പറഞ്ഞിട്ടില്ല. എന്തായിരുന്നു എൻ്റെ പ്രചോദനം? ആ പ്രചോദനത്തെക്കുറിച്ച് എനിക്കിന്ന് പുറകോട്ട് നോക്കിക്കൊണ്ട് ഒരത്ഭുതവും പറയാനില്ല. ഒരത്ഭുതം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ 2 കാര്യങ്ങൾ നിർണായകമായി എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് വാതരോഗമായിരുന്നു. അതുകൊണ്ട് എപ്പോഴും അപ്പൻ കുടുംബത്തിൽ ഒരു ആടിനെ വളർത്തുമായിരുന്നു. ആട്ടിൻ പാല് വാതത്തിന് നല്ലതാണ്, അമ്മയ്ക്ക് നല്ലതുമാണ്. അതുകൊണ്ട് ഞാനാണ് എൻ്റെ ചേട്ടൻ അപ്പനെ സഹായിക്കാൻ പോകുമ്പോൾ ഞാനാണ് അമ്മയെ സഹായിക്കുക. ഞങ്ങളും ആൺമക്കളാണ് എല്ലാവരും. ഞാനാണ് ആടിനെ തീറ്റാൻ കൊണ്ടുപോകുന്നതും ആടിനെ പരിപാലിക്കുന്നതും. ഒരു സന്ദർഭത്തിൽ ആടിനെ കൊണ്ട് ഞാൻ പോയി ഒരു 4 മണി കഴിഞ്ഞ നേരത്ത് ആടെ പ്രസവിക്കുന്നതാണ് ഞാൻ കണ്ടത്. ഞാൻ പ്രസവം കാണുകയായിരുന്നില്ല, പ്രസവം എന്നെ എടുത്തമ്മാനമാടുകയായിരുന്നു. അത്ഭുതത്തിൻ്റെ അത്ഭുതാവഹമായ ബോധം എൻ്റെ സകല നാഡിഞരമ്പുകളിലും കോശങ്ങളും ബാധിച്ചു. അത്ഭുതത്തിൽ ഞാൻ അത്ഭുതപരന്തരനായി മാത്രമല്ല
വല്ലാത്ത ആനന്ദവും എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ അനുഭവിച്ചത് ആരോടും പറഞ്ഞാൽ മനസ്സിലാകുന്നതല്ല. പ്രപഞ്ചം എൻ്റെ മുമ്പിൽ നിറഞ്ഞാടിയതുപോലെ എനിക്ക് തോന്നി. പ്രപഞ്ചത്തിൻ്റെ മഹാത്ഭുതമാണ് ഞാൻ കണ്ടത്. ഒരാൾ പ്രസവിക്കുന്നതല്ല ഞാൻ കണ്ടത്. അത് എനിക്ക് ഏറ്റവും നന്നായി എക്സ്പ്രസ് ചെയ്തത്, കാവ്യമായി എഴുതിയത് പി കുഞ്ഞിരാമൻ നായരുടെ കളിയച്ച എന്ന കവിതയാണ്. ആ കവിത എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ കവിതയിൽ അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്. നമുക്കെല്ലാവരും ഈ ഒരു കരിഞ്ഞിടുകിൽ ഈ ബ്രഹ്മാണ്ടമെല്ലാം എൻ്റെ കളിപ്പന്തലാണ്. അപ്പോൾ പ്രപഞ്ചത്തെ മുഴുവൻ ഒരു കളിയുടെ വേദിയായി കാണുകയാണ്. ഞാൻ ജനിച്ചു മരിക്കും, എൻ്റെ ജീവിതം ഒരു തങ്ങലാണ്, ഒരു കുറച്ച് കാലത്തേക്കുള്ളത്. ഈ പ്രപഞ്ചത്തിൽ നോക്കുക, എല്ലാം വരുന്നു പോകുന്നു, എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു, ഒരു പിടിയില്ല. അസ്തിത്വത്തിൻ്റെ മഹാകേളി എന്ന് നമ്മൾ പറയുന്നത് ഞാൻ കണ്ടവനാണ്. ആ കാഴ്ച എന്നെ ആപാദചൂടം പിടിച്ചു നിർത്തി അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഒരനുഭവമാണ്. ആ അനുഭവം ഇന്നും എൻ്റെ സിരകളിലുണ്ട്, എൻ്റെ മസ്തിഷ്കത്തിലുണ്ട്, ഓർമ്മയിലുണ്ട്. അത് ഓർക്കുമ്പോൾ എനിക്ക് ഇന്നും ഭയങ്കരമായ എന്താ പറയുക, കോൾമയിൽ കൊള്ളുന്നു എന്ന് പറയുന്ന അനുഭവം ഉണ്ടാകുന്നു. രണ്ടാമത്തെ അനുഭവം, എൻ്റെ കിഴക്കേ വീട്ടിൽ ഒരു വിധവ താമസിക്കുന്നു. 3 പെൺമക്കളുണ്ടായിരുന്നു. അവരുടെ ഭർത്താവ് മലയിൽ ഈറ്റ വെട്ടാൻ പോയി ഈ ഉരുൾപൊട്ടലിൽ അപ്രത്യക്ഷനായ ആളാണ്. അവരുടെ ഇളയ മകളെ കല്യാണം കഴിച്ചു. അന്നക്കുട്ടി എന്നായിരുന്നു പേര്. ആ സ്ത്രീ പൂർണ്ണ ഗർഭിണിയായിരുന്നപ്പോൾ നാട്ടിലെ വയറ്റാട്ടിയാണ് പ്രസവമൊക്കെ എടുക്കുന്നത്. രാവിലെ തുടങ്ങിയിട്ട് ഉച്ച കഴിയുമ്പോൾ അവർ ഞാൻ നോക്കിയിട്ട് സാധിക്കുന്നില്ല, നിങ്ങൾ ആശുപത്രി കൊണ്ടുപോകണം. ഞങ്ങളുടെ ഗ്രാമത്തിൽ വണ്ടി കയറില്ല, കട്ടിൽ ചുമന്നാണ് ഇവർ നാട്ടുകാർ ഇതിനെ കൊണ്ടുപോയത്. 11 ആൾ മരിച്ചു. അത് കഴിഞ്ഞുണ്ടായ ശവസംസ്കാരത്തിൽ ഞാൻ പങ്കെടുത്തു. ഭീകരമായ ഇടിവെട്ട് മഴ പെയ്യുകയായിരുന്നു. ഈ മഴയത്താണ് ഈ ശവം കൊണ്ടുപോയത്. വയറൊക്കെ വീർത്ത ഈ ശവം എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കാണുന്നതാണ്. ഞാൻ ഭയന്ന് വിറച്ചാണ് ഇതിൽ പോയത്. പിറ്റേ ദിവസം ഞാൻ ഏകാന്തരായി മതിലിരിക്കുമ്പോൾ എന്നെ എന്തെന്നറിയില്ല, മരണം എന്നിലേക്ക് കടന്നു. എന്നെ ആപാദചൂടം മരണം ഗ്രസിച്ചു. ഞാൻ മരിക്കുമെന്നുള്ള ബോധം എനിക്കുണ്ടായി. ഈ 2 അനുഭവങ്ങൾ, ഒരു ജനനവും ഒരു മരണവും എന്നെ ഭയങ്കരമായി സ്വാധീനിച്ചിട്ടുണ്ട്. അതിനകത്താണ് ഞാൻ ഈശ്വരനെ കണ്ടത്. ആ പ്രപഞ്ചകേളിയുടെ ബ്രഹ്മസ്വരൂപൻ ഒരു കരിഞ്ഞിടുകിൽ ബ്രഹ്മാണ്ടമൊക്കെയും നിൻ കളിപ്പന്തൽ താൻ എന്ന് കുഞ്ഞിരാമൻ നായർ പറഞ്ഞത് എന്നെ സംബന്ധിച്ച് അർത്ഥപൂർണ്ണമാണ്. അതുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ എന്നെ വൈദികനാക്കി എന്ന് എനിക്ക് പറയാനാവൂ. അവിടെ എൻ്റെ ജീവിതത്തിൻ്റെ ദിശ നിശ്ചയിച്ചതിൽ ഇതൊക്കെ ഉണ്ട്. അത് ആരും എന്നോട് പറഞ്ഞതല്ല, അത് ഞാൻ അങ്ങനെ ആയിത്തീർന്നതാണ്. ജീവിതം ആയിത്തീരലാണെന്ന് വിശ്വസിക്കുന്നവരാണ്, ആയിത്തീരുകയാണ്. എന്തായിത്തീരുന്നു എന്നുള്ളത് സ്വപ്നങ്ങളാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ചെറുപ്പത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചത് 2 കാര്യങ്ങളാണ്. ഒന്ന് പാമ്പ്. എൻ്റെ സഹപാഠികൾ പലരും പാമ്പ് പിടിച്ച് മരിച്ചിട്ടുണ്ട്. ആ പ്രദേശത്തിൽ പാമ്പ്, രാത്രി ഭീകരമാണ്. രാത്രി കറണ്ടില്ലാത്ത ലോകമാണ്. ഈ പാട്ടവിളക്ക് പോലെ വിളക്കും കത്തിച്ചാണ് ജീവിക്കുന്നത്. ഇരുട്ട് എന്നെ ഭയങ്കരമായി പേടിപ്പെടുത്തിയിട്ടുണ്ട്. ഇരുട്ട് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കാണുന്ന പോലെയല്ല. ഞാൻ ഇരുട്ടിലാകുമ്പോൾ എല്ലാം അപ്രത്യക്ഷമാകുന്നു, എല്ലാം ഇല്ലായ്മ ചെയ്യുന്നു. പിന്നെ കണ്ണിൽ കയറുന്ന ഇരുട്ടാണ്. ആ ഇരുട്ടിൽ പ്രേതഭൂതങ്ങളെയാണ് പിന്നെ കാണുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത് അതായിരുന്നു. അതേസമയം ഞാൻ രാത്രി ആകാശത്തേക്കാണ് നോക്കുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയ താരങ്ങൾ, നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങളെ നോക്കി രാത്രി ഏത് നേരത്തെ എഴുന്നേറ്റാലും സമയം നിശ്ചയിക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ നക്ഷത്രങ്ങളെ നോക്കി പുഴു പറന്നിടുന്നു മേലോട്ടതിൽ, പക്ഷം ദുർബലമാണ്, അതോർത്ത് ഭയവും തോന്നുന്നു മേൽവിഭോ. രക്ഷയ്ക്കായതിന് നിൻ കരുണയില്ലാതില്ല, രാപ്പക്ഷിതൻ ഭിക്ഷയ്ക്കാക്കൊല എന്ന പ്രലോഭനം, ആശാൻ്റെ പ്രലോഭനം എൻ്റെ മാംസാസ്ഥികളിലുണ്ട്. ഈ നക്ഷത്രങ്ങൾ നോക്കി ജീവിക്കുന്നവനാണ് ഞാൻ. യാക്കോബിൻ്റെ ഒരു സ്വപ്നമുണ്ട്. അവൻ വഴി പോണൊരു കല്ലെടുത്ത് തലയിള വെച്ചുകൊണ്ട് ഉറങ്ങിയവൻ ഓർക്കത്ര സ്വപ്നം കണ്ട് കോവണിയായിരുന്നു. ആകാശം വട്ടം മൂടുന്ന കോവണി. ഈ കോവണിയുള്ള ഞാൻ സ്വപ്നം കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ യാക്കോബിനെ പോലെ ഞാൻ സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ളവനാണ്. ആ സ്വപ്നങ്ങളുടെ ലോകത്തിലാണ് ഞാൻ ജീവിച്ചത്. ജീവിതത്തിൻ്റെ ലക്ഷ്യം, ഞാൻ ഗ്രാമത്തിലുള്ള പിള്ളേരൊക്കെ ഭയങ്കര വിശ്വാസമുള്ളവരായിരുന്നു. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കാതെ ജീവിതത്തിൽ വിശ്വസിക്കുന്നവരാണ്. നിരാശനകളെ ആരും ബാധിച്ചിട്ടില്ല. കൃഷിക്കാരൻ നിരാശനല്ല.
അവൻ വിതച്ചുണ്ടാക്കുന്നവനാണ്. ജീവൻ്റെ താളം അവൻ്റെ ജീവിതത്തിലുണ്ട്. ആ വിധത്തിൽ വലിയ പ്രതീക്ഷയോടെ വലിയ പ്രത്യാശയോടെ പഠിക്കുകയും, ഞാൻ പഠിച്ചിരുന്നത് കൃഷിപ്പണിയുടെ ഇടയിലാണ്. അതിൻ്റെ ഇടയിൽ പരമ്പ് നെയ്യാൻ എനിക്ക് മനോഹരമായിട്ടറിയാം. ഇതൊക്കെ കൃഷി ചെയ്യുന്ന ആഹാരത്തിന് വേണ്ടിയാണ്, പരമ്പ് ചെയ്യുന്ന കാശിന് വേണ്ടിയാണ്. ഇതൊക്കെ ചെയ്യുന്ന ഇടയിലാണ് ഞാൻ പഠിച്ചത്. ഞാൻ SLCക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ ആളാണ്. അന്ന് ഫസ്റ്റ് ക്ലാസ് കിട്ടുക അത്ര എളുപ്പമൊന്നുമല്ല. അത് അന്ന് കിട്ടുമ്പോൾ നമ്മുടെ നമ്പറിന് മുകളിൽ ഒരു നക്ഷത്രം ഉണ്ടാകുമായിരുന്നു. ആ നക്ഷത്രം ജീവിതത്തിൽ ആദ്യം ഉണ്ടായത് എൻ്റെ നമ്പറിൻ്റെ മുകളിലാണ്. അത് എൻ്റെ നക്ഷത്രങ്ങളെ നോക്കിയുള്ള ജീവിതത്തിൻ്റെ ഫലവുമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഭീകരമായ പ്രതീക്ഷയും ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള മനക്കരുത്തും, തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തീയിൽ കുരുത്ത പിള്ളേരാണ്. അതിൻ്റെ ബലം ഞങ്ങൾക്ക് ഇന്നുമുണ്ട്. അതാണ് ഞങ്ങളാക്കുന്നത്. ഈ വൈദിക വൃത്തിയിൽ അനുഗ്രഹിച്ച് അയച്ചത് കാർദിനാൾ പാറക്കാട്ടിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പാറക്കാട്ടിൽ പിതാവ്, പിന്നാലെ ആൻ്റണി പടിയറ, കാട്ടുമല പിതാവ്, വർക്കി വിധേയത്തിൽ പിതാവ്, പിന്നീട് ആലഞ്ചേരി, ഇത്രയും പേരുടെ താഴെ പ്രവർത്തിക്കാനൊരു അവസരം കിട്ടിയ ഒരാളാണ്. ഇവരിൽ ആരാണ് അച്ഛന് ദൈക്ഷണികമായിട്ട് പ്രചോദനം നൽകിയിട്ടുള്ള ഒരാൾ? തീർച്ചയായും അത് പാറക്കാട്ടിലാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു പ്രതിഭാസം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഞാൻ ഒരിക്കൽ ഞങ്ങളുടെ വേദപാഠത്തിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ ഒരു പദ്ധതി പിതാവിനെ അംഗീകരിപ്പിക്കാൻ വേണ്ടി ഞാൻ പിതാവിനെ കാണുകയാണ്. ഇതെല്ലാം അംഗീകരിച്ച് തന്നു കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, പഠിക്കാൻ പോകണമെന്ന് ചോദിച്ചു. ഞാനതിനെക്കുറിച്ച് ആലോചിച്ചില്ല. പിതാവ് പറഞ്ഞാൽ പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിക്കുകയാണ്, എവിടെയാണ് പോവുക? അപ്പം ഞാൻ എൻ്റെ വിവരക്കേടിന് പറഞ്ഞു, പിതാവ് ഈ ജർമ്മൻ ഇറ്റാലിയനൊക്കെ പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് എന്താ കാര്യം? ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സ്ഥലമാണെങ്കിൽ എളുപ്പമായിരിക്കും, ഇംഗ്ലീഷ് പഠിക്കുമല്ലോ എന്ന് പറഞ്ഞു. പിതാവിനോട് ചോദിച്ചു, എവിടെയാണ് അങ്ങനെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്? അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ലുവൈൻ ഇംഗ്ലീഷിലാണ് പഠിപ്പിക്കുന്നത്. പിതാവ് എന്നോട് പറഞ്ഞു, നാളെ പിതാവിനോട് ചോദിച്ച് ക്ലാസ് എഴുതി അവിടെ അയച്ചോളാം, അപേക്ഷ അയച്ചോളാൻ പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഞാൻ മങ്കുഴിക്കരി പിതാവാണ് അന്നത്തെ ഓക്സിജൻ ബിഷപ്പ്. മങ്കുഴി പിതാവിനെ കണ്ടു പറഞ്ഞു, പിതാവ് ചൂടായി. പിതാവ് ഇന്നലെ ഞങ്ങൾ കൂരിയർ തീരുമാനിച്ചല്ലേ താൻ റോമിൽ വിടാമെന്ന്. പിതാവ് റോമിൽ അപ്പോൾ വല്ല ശരിയാക്കാന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഇപ്പോൾ കാര്യം അറിയുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കതറിയില്ല. ഞാൻ പറയുന്നത്, ഞാൻ പാവപ്പെട്ട കൊച്ചച്ഛനാണ്. കൊച്ചച്ഛനായി ഞാൻ പറഞ്ഞത് കൃത്യമായി മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ പദ്ധതി മാറ്റാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഒരു മനുഷ്യൻ, ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഞാൻ ആരുമല്ല അന്ന് എൻ്റെ ഒരു നിർദ്ദേശം വെച്ചപ്പോൾ എനിക്ക് വേണ്ടിയല്ല, ആ വഴിയിലേക്ക് അന്ന് ആരും ലുവേനി ഇപ്പോൾ പഠിക്കാറില്ല. എന്നെ പിതാവ് ലുവേനി വിടുകയാണ് ചെയ്തത്. ഞാൻ പഠനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ പിതാവിനെ കാണാൻ ഞാൻ പോയി. പിതാവ് റിട്ടയർ ചെയ്തിരുന്നു. അന്ന് മണിക്കൂറുകൾ ഞാൻ പിതാവായിട്ട് അദ്ദേഹം വിരമിച്ച് താമസിക്കുന്നത് കാക്കരയാണ് താമസിക്കുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് പിതാവ് പോകുന്നപ്പോൾ ഒരു സമ്മാനം തന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയത്, എൻ്റെ മസ്തിഷ്കത്തെ സ്ഫോടനാത്മകമായി മാറ്റിയതും അതാണ്. അന്ന് പിതാവ് ആരാധനാക്രമത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുന്ന ആളായിരുന്നു. റോമിലേക്ക് ഓറിയൻ്റൽ കോൺഗ്രിഗേഷനിലെ പ്രീഫെക്റ്റിൻ്റെ സെക്രട്ടറിക്ക് അദ്ദേഹം കത്തെഴുതിയിരുന്നു. അത് ഇപ്പോഴത്തെ റാസാക്രമം എന്ന് പറഞ്ഞ കുർബാനക്രമത്തിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് പറഞ്ഞാണ്. അതിന് അദ്ദേഹം മറുപടി എഴുതി, ഒരു മാറ്റവും നൽകില്ല, അന്ത്യവിധിയാണ് ഞാൻ നടത്തിയിരിക്കുന്നത്, ഈ ഒരു മാറ്റവും പറ്റില്ല. അതിന് പിതാവ് അദ്ദേഹത്തിന് ആർച്ച് ബിഷപ്പ് മറൂസിൻ എന്ന അദ്ദേഹത്തിന് എഴുതുന്ന കത്താണ്. അദ്ദേഹം മാന്യമായി ചോദിക്കുന്നത്, താങ്കൾ ആരാണ്? ലോകാവസാനം വരെ എന്നേക്കുമായി കാര്യം മാറില്ല എന്ന് നിശ്ചയിക്കാമെന്നാണ്. നമുക്ക് ശേഷം ആളുകൾ വരും, അച്ഛന്മാരുണ്ടാവും, ജനങ്ങളുണ്ടാവും. അവരായിരിക്കും നാളെ കുർബാന എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കുന്നത്. ഈ സ്വാതന്ത്ര്യം അവരുടെയാണ്, എൻ്റെയോ നിങ്ങളുടെയോ അല്ല എന്ന് ശക്തമായി അദ്ദേഹത്തോട് പറയുന്നതാണ്. ഇത്രയും ശക്തമായ വിമർശനം തൻ്റെ അധികാരിക്ക് ഒരു ആർച്ച് ബിഷപ്പ് എഴുതുന്ന ആദ്യമായിട്ട് ഞാൻ വായിച്ചത്. അതെൻ്റെ ഉണ്ടാക്കിയത് ഒരു ഭൂകമ്പമാണ്. ഞാൻ വിമർശകനായെങ്കിൽ അതൊരു കാരണവുമാണ്. ആ വിധത്തിൽ ധൈഷ്ണികമായി ചിന്താപരമായി കാര്യങ്ങൾ ഒരുപോലെ ഇരുന്നാൽ പോരാ. പാറക്കാട്ടി പിതാവ് വളരെ യാഥാസ്ഥിതനായിരുന്നു. എനിക്കറിയാവുന്ന അദ്ദേഹം സദ്യത്തിൻ്റെ എഡിറ്റോറിയലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം തികച്ചും വ്യത്യസ്തനായി മാറിയത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കാലഘട്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ മാറണം എന്ന് പറഞ്ഞ പിതാവായിരുന്നു. ആ മാറ്റം ഇല്ലെങ്കിൽ സഭയും സമൂഹവും മുരടിക്കും എന്ന് വിശ്വസിച്ചവനായിരുന്നു. അതിനുവേണ്ടി
അംഗീകരിക്കാൻ തയ്യാറില്ലാത്ത ഒരു സഭാ സംവിധാനം അന്നിവിടെ ഉണ്ടായിരുന്നു. അതാണ് പിന്നീട് പ്രതിസന്ധിയായി മാറുന്നത്. ആ പ്രതിസന്ധി കൽദായ കുരിശ് വിവാദത്തിലും ഒടുവിൽ കുർബാന ക്രമത്തിലും തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്രിയ സുഹൃത്തെ, ഞാൻ ഒരധികാരിയെ വിമർശിക്കാതെ 70 കൊല്ലം വൈദികനായി ജീവിച്ചവനാണ്. 70 കൊല്ലം മുതൽ തുടങ്ങിയപ്പോൾ അന്നാണ് ആദ്യമായി സീറോ മലബാർ സിനഡ് തിരഞ്ഞെടുത്ത ഒരു ആർച്ച് ബിഷപ്പ് മേജർ ആർച്ച് ബിഷപ്പായി വരുന്നത്. മറ്റ് 2 പേരും റോം നിശ്ചയിച്ചവരായിരുന്നു. ആദ്യമായി തിരഞ്ഞെടുത്ത മേജർ ആർച്ച് ബിഷപ്പുമായി വന്നതിന് ശേഷം ഉണ്ടായ പ്രതിസന്ധികൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഞാനതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രശ്നം മോറലാണ്. ഒരു സഭാധികാരിയുടെ, മതത്തിൻ്റെ അധികാരിയുടെ ബലം ധാർമ്മിക ശക്തിയാണ്. ആ ധാർമ്മിക ശക്തി ചോർന്നാൽ പിന്നെ ഒരു ബലവുമില്ലാതെയാവും. അധികാരത്തിൻ്റെ ആധിപത്യം ഉണ്ടാക്കാമെന്നല്ലാതെ ഒന്നും കാണിക്കില്ല. അത് എവിടെയോ നഷ്ടപ്പെട്ടതിൻ്റെ ദുരന്തങ്ങൾ ആവർത്തിക്കുന്നതാണ് ഞാൻ പിന്നീട് കണ്ടത്. അത് കൂടുതൽ പറഞ്ഞ് വഷളാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു വർക്കി വിധേയത്തിലാണ് കുറേക്കൂടെ അടുത്ത് നിന്ന് അച്ഛനുമായിട്ട് ശരിയാണ്. അദ്ദേഹത്തിൻ്റെ മരണവും വലിയൊരു സങ്കടകരമായൊരു അച്ഛൻ വർക്കി വിധേയത്തിൽ എന്നെ നന്നായിട്ട് വിശ്വസിക്കുകയും ധാരാളം ഉത്തരവാദിത്തങ്ങൾ എന്നെ ഏൽപ്പിക്കുകയും ചെയ്ത ആർച്ച് ബിഷപ്പാണ്. അദ്ദേഹത്തിന് വേണ്ടി ധാരാളം പ്രസംഗങ്ങളും മറ്റ് അദ്ദേഹത്തിന് വേണ്ട ഒക്കെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് എനിക്കൊരു ഭാരമായി, എനിക്കെതിരെ ഒരു ആയുധമായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യവും പിന്നീടുണ്ടായി. ഞാൻ വർക്കി പിതാവ് വിളിച്ചാലല്ലാതെ ഒരിക്കലും പോയി കണ്ടിട്ടില്ല. ഞാൻ പിതാവ് ആവശ്യപ്പെടുന്ന കാര്യം മാത്രം അകലെ ഇരുന്നുകൊണ്ട് ചെയ്തു കൊടുക്കല്ലാതെ അതിരൂപതയുടെയോ സഭയുടെ ഒരു കാര്യവും പിതാവിനോട് ഞാൻ ആവശ്യപ്പെട്ടില്ല. പിതാവ് ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പ്രതികരിച്ചിട്ടുള്ളത്. ആ പിതാവാണ് എന്നെ സഭയുടെ ഔദ്യോഗിക പേഴ്സണായിട്ട് തിരഞ്ഞെടുപ്പായിരുന്നു. ചിലരുടെ തിരഞ്ഞെടുത്തതാണ്. ഞാൻ 15 കൊല്ലം 14 കൊല്ലത്തോളം അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തതാണ്. ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. സന്തോഷകരമായി എനിക്ക് ജോലി ചെയ്യാൻ സാധിച്ചിരുന്നു. അതിന് ചാരിതാർത്ഥ്യമുണ്ട്. ഒരു നല്ല മനുഷ്യൻ, നല്ല വിശ്വാസി, സാധാരണ നമുക്ക് കിട്ടാവുന്ന നല്ല വിശ്വാസത്തിൻ്റെയും നന്മയുടെയും മനുഷ്യനായി എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് വർക്കി പിതാവാണ്. ആ വർക്കി പിതാവ് പോയതിന് ശേഷമാണ് ദുരന്തങ്ങൾ ഒന്നൊന്നായി ഇവിടെ ആവർത്തിച്ചത്. അതിലെനിക്ക് കഠിനമായ ദുഃഖമുണ്ട്. ഞാൻ മാർക്സിസ്റ്റാണ് എന്നൊക്കെ പറയാനുള്ള കാരണമൊക്കെ വർക്കി പിതാവ് വല്ലതും പറഞ്ഞാലും എനിക്കറിയില്ല. അച്ഛൻ മാർക്സിസ്റ്റാണെന്ന് വലിയ തോതിൽ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് സഭയ്ക്കുള്ളിൽ. ഉണ്ട്. അതിനെ എങ്ങനെയാണത് നേരിട്ടത്? എനിക്കൊന്ന് വക്താവായിരിക്കുന്ന സമയത്ത് തന്നെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സജി, എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ മാർക്സിസ്റ്റല്ല, ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ്. അത് ഞാൻ വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. മാർക്സിനെ നന്നായിട്ട് വായിച്ചിട്ടുള്ളവനാണ് ഞാൻ. എന്താണ് കമ്മ്യൂണിസം എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസത്തിന് മാർക്സ് 2 നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നല്ല, ഒന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ നിർവചനമാണ്, എല്ലാവരും പറഞ്ഞോളൂ. അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി, ഇതാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ നിർവചനം. പക്ഷേ 1844 എഴുതിയ എക്കണോമിക് ആൻഡ് ഫിലോസോഫിക്കൽ മാനുസ്ക്രിപ്റ്റ് ഉണ്ട്. ഇത് തന്നെ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് നിർവഹിച്ച അങ്ങനെയല്ല. പോസിറ്റീവ് ട്രാൻസെൻഡൻസ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി, രണ്ടും ഒന്നല്ല. ഈ രണ്ടാമത്തെ പ്രയോഗം വളരെ സാത്വികമാണ്. പോസിറ്റീവ് ട്രാൻസെൻഡൻസ് എന്നാണ്, സാധകമായ അതിക്രമണമാണ് സ്വകാര്യത്വത്തിൻ്റെ. നിങ്ങൾ നോക്കൂ, കമ്മ്യൂണിസം ഇന്ന് ക്രൈസ്തവ സഭ ജീവിക്കുന്നുണ്ട്. അത് പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നില്ല. ക്രൈസ്തവ സഭയിലെ സന്യാസ ജീവിതങ്ങൾ, അത് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും. ഇവിടെ ആയിരക്കണക്കിന് കേരളത്തിൽ കന്യാസ്ത്രീ മഠങ്ങളുണ്ട്. എന്താ അവർ ജീവിക്കുന്നത്? അവരുടെ ഏറ്റവും പ്രധാനമായ വ്രതം ദാരിദ്ര്യവ്രതമാണ്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താ? സ്വകാര്യ സ്വത്ത് ഉപേക്ഷിക്കലാണ്. നിങ്ങൾ പുതിയ നിയമത്തിലെ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ എന്ന പുസ്തകം വായിച്ചാൽ അതിനകത്ത് ലൂക്കാസ് സുവിശേഷം നന്നായി എഴുതിയ കാര്യം, ആദിമ ക്രൈസ്തവ സമൂഹം സ്വകാര്യ സ്വത്ത് വിറ്റ് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ വെച്ച് അത് ആളുകൾക്ക് പങ്കുവെച്ചു കൊടുത്തു എന്ന്. അതങ്ങനെ ഒരു പാരമ്പര്യം മെഡിറ്ററേനിയൻ തീരങ്ങളിലെ ക്രൈസ്തവർക്ക് ഉണ്ടായിരുന്നു. അത് പിന്നീട് ഇല്ലാതെയായിരുന്നു. പക്ഷേ സന്യാസ സമൂഹങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് കോളനികളാണ്. സ്വകാര്യ സ്വത്തില്ല, അവരുടെ സ്വത്ത് മുഴുവൻ കോമണാണ്. ആർക്കും സ്വകാര്യം. ഇപ്പോൾ കന്യാസ്ത്രീ മഠങ്ങൾ നിങ്ങൾ പോകും, കോളേജ് പ്രിൻസിപ്പൾമാരുണ്ട്, അവിടെ നേഴ്സുമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, പ്രൊഫസർമാരുണ്ട്.
അവരൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനമുള്ളവരാണ്. അതിനകത്ത് ഒരു വരുമാനമില്ലാത്ത അടുക്കളയിൽ പെടുന്ന വിലാസമുണ്ട്. എല്ലാവർക്കും ഒന്നുപോലെയാണ്. മാർക്സ് പറഞ്ഞ കാര്യമുണ്ട്, എല്ലാവരുടെയും കഴിവ് പോലെ എല്ലാവർക്കും ആവശ്യം പോലെ. എല്ലാവരുടെയും ആവശ്യം നടക്കുന്നുണ്ട്, എല്ലാവരുടെയും കഴിവ് പോലെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ സാഹോദര്യത്തോടെ കൂട്ടായ്മ എന്ന വാക്ക്, മലയാള ഭാഷയിൽ കൂട്ടായ്മ എന്ന വാക്ക് കണ്ടു നോക്കിയാൽ കൂടാൻ പാടില്ലാത്തതെന്നാണ്. ഇവിടെ ഇപ്പം ഉപയോഗിക്കുന്നത് നേരെ വിധം ഒരുമ, കമ്മ്യൂണിയൻ എന്നാണ് എൻ്റെ അർത്ഥം. കമ്മ്യൂണിയൻ ഉള്ളിടത്താണ് കമ്മ്യൂണിസം ഉള്ളത്. അത് കമ്മ്യൂണിറ്റി ഉള്ളപ്പോഴാണ്. അത് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ പറയട്ടെ, ഹേഗലിൻ്റെ ഡയലക്റ്റിക്സ് കൊണ്ടത് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഹേഗലിയൻ ഡയലക്റ്റിക്സ് ഒരു വർഗ സമരമാണ്, യുദ്ധമാണ്. യുദ്ധപ്രേമിയായിരുന്നു ഹേഗല്. യുദ്ധമാണ് തീരങ്ങളെ ശുദ്ധിയാക്കുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കമ്മ്യൂണിസം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതിന് സാധിക്കുന്നതെങ്കിൽ ഒരു ആത്മീയ ജീവിതം, മോറൽ ലൈഫ് അനിവാര്യമാണ്. മാർക്സ് അതിനെതിരായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ ഈ പുസ്തകം വായിക്കും, മാർക്സ് മനുഷ്യൻ്റെ ധാർമ്മിക സത്തയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ആത്മീയമാണെന്ന് പോലും പറയുന്നുണ്ട്. അവിടെ എനിക്ക് അല്പം വിയോജിപ്പ് മാർക്സിസ്റ്റ് പാർട്ടിയോടുള്ളത് ഇവിടെയാണ്. വ്യാഖ്യാനിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. ആ വ്യാഖ്യാനം മാർക്സിന് സാധ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ മാർക്സിസ്റ്റ് അല്ല, കമ്മ്യൂണിസ്റ്റാണ്. സംഘാതമായി ജീവിക്കുക, മനുഷ്യൻ്റെ സത്ത സാമൂഹ്യമാണെന്ന് അടിസ്ഥാനപരമായി തെളിയിക്കുന്നത് മാർക്സാണ്. മാർക്സിൻ്റെ ബോധം, ക്രിട്ടിക്കൽ ബോധം, അതാണ് ധാർമ്മികത എന്ന് പറയുന്നത് മാർക്സാണ്. ഇതൊക്കെ മാർക്സ്. ഞാനൊരു കാര്യം കൂടി പറയാം. ജോർജ് സ്റ്റെയ്നർ എന്ന് പറയുന്ന യൂറോപ്യൻ യഹൂദനായ സാഹിത്യ ചിന്തകനുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ചരിത്രത്തിൽ 3 പ്രാവശ്യം യഹൂദരാണ് മനുഷ്യൻ നിർവഹിച്ചതെന്നാണ്. ആ 3 പേര് അദ്ദേഹം പേരെടുത്ത് പറയുന്നുണ്ട്, മോസസ്, ജീസസ്, മാർക്സ്. അദ്ദേഹം മാർക്സിസ്റ്റ് ആയിരുന്നില്ല, അദ്ദേഹം നല്ല ഭക്തനായ യഹൂദനായിരുന്നു. അദ്ദേഹം പറയുന്നത് ലോക സമൂഹം ഇന്ന് അംഗീകരിച്ചത് ഈ യഹൂദരുടെ നിർവചനമാണ് മനുഷ്യൻ്റെ മഹത്വത്തെക്കുറിച്ച്. ഒരു വാക്കുകൂടി ഞാൻ പറയാം. മാർക്സ് മനുഷ്യൻ നിർവചിക്കുന്ന ഒരു ഭാഗം ഈ ഞാൻ പറഞ്ഞ മാനുസ്ക്രിപ്റ്റിലുണ്ട്. അത് നേച്ചർ റിസറക്റ്റഡ് ഈസ് മാൻ. പ്രകൃതിയുടെ പുനരുത്ഥാനം എന്നത് ഒരു റിലീജിയസ് വാക്കാണ്. അത് തന്നെയാണ് മാർക്സ് ഉപയോഗിച്ചത്. നേച്ചറുടെ, പ്രകൃതിയുടെ പുനരുത്ഥാനമാണ് മനുഷ്യൻ, പ്രകൃതി മനുഷ്യനല്ല. ഇവിടെയാണ് മൗലികവാദങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. റൈറ്റിസ്റ്റ് മൗലികവാദങ്ങളാണ്, എല്ലാ ഹെഗേലിയൻ റൈറ്റിസ്റ്റുകളാണ്. നമ്മുടെ ഹിന്ദുത്വ തുടങ്ങി നാസിസം ഒക്കെ ആ വിധത്തിലുള്ള റൈറ്റിസ്റ്റ് ഹെഗേലിയൻസാണ്. അവരെല്ലാം പ്രകൃതിയിലേക്ക് കർവാപ്പസി പുറകോട്ട് പോകുന്നവരാണ്. ജാതിയിലേക്കും വർഗത്തിലേക്കും ഗോത്രത്തിലേക്കും യുളീസസിൻ്റെ യാത്ര പോലെയാണ്. യഹൂദൻ കാഴ്ചപ്പാട്, ചരിത്രത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പുറപ്പാടാണ്. പുറപ്പെട്ടു പോവുക, നിൻ്റേതിൽ നിന്ന് അവരിലേക്ക്, എന്നിൽ നിന്ന് നിന്നിലേക്കുള്ള യാത്രയാണ് മനുഷ്യ ജീവിതം. അതാണ് എൻ്റെ ആത്മകഥ എന്നോട് മറ്റുള്ളവരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ജീവിതം ഒരു യാത്രയാണ്. അത് എന്നിൽ നിന്നുള്ളതല്ല. എന്നിൽ നിന്ന് ഞാൻ സ്വതന്ത്രനായി മറ്റുള്ളവരിലേക്ക് ചേർന്ന് അവനെ ആശ്ലേഷിക്കുമ്പോഴാണ് ഞാൻ ദൈവത്തെ കാണുന്നത് എന്ന് വിശ്വസിക്കുന്നതാണ്. പഴയ നിയമത്തിൽ ഒരു ഭാഗമുണ്ട്, യാക്കോബിൻ്റെ മൽപ്പിടുത്തമുണ്ട്. അവനൊറ്റയ്ക്ക് വന്ന് രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴുണ്ടാകും. ഇത് കഴിഞ്ഞിട്ട് അവൻ പോകുമ്പോൾ താൻ വഞ്ചിച്ച ചേട്ടനെയാണ് കാണുന്നത്. ആ ചേട്ടനെ കെട്ടിപ്പിടിച്ചിട്ട് യാക്കോബ് പറയുന്നൊരു വാചകമുണ്ട്, നിൻ്റെ മുഖം ദൈവത്തിൻ്റെ മുഖം കണ്ടാൽ എന്നവണ്ണം ഞാൻ കാണുന്നു. ഇതാണ് മതാത്മകത, ഇതാണ് ക്രൈസ്തവീയത. ഈ അപരനിൽ ദൈവത്തെ കാണുന്ന കാഴ്ചപ്പാട്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നേടുന്ന പൗരത്വ ബില്ലിനെക്കുറിച്ച് ഇവിടെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, അതിഥി ദേവോഭവ എന്ന പാരമ്പര്യത്തിൽ നിന്നാണത്. ഈ പാരമ്പര്യമാണ് പുലർത്തേണ്ടത്. അതിഥി എന്നുള്ളത് വല്ലപ്പോഴും വരുന്നവനാണ്. അവന് ജാതിയില്ല, മതമില്ല, ഗോത്രമില്ല, ദേശമില്ല. അങ്ങനെ സ്വാഗതം ചെയ്തൊരു നാടാണ് ഭാരതം. ആ നാട്ടിൽ മനുഷ്യനെ നിർവചിക്കുന്നത് മതമാകരുത്. ഇതാണ് മൗലികമായ പ്രശ്നം. അതിൻ്റെ പ്രതിസന്ധി നമ്മൾ നേരിടുന്നു. ജനാധിപത്യം അപകടകരമായി മാറുന്നത് അവിടെയാണ്. അത് ബോധവും ഉത്തരവാദിത്വവും സ്വാതന്ത്ര്യമുള്ള പൗരന്മാർ തിരിച്ചറിയേണ്ടതാണ് എന്ന ഒരു വിലാപമാണ് എനിക്ക് പറയാനുള്ളത്. ആ തിരിച്ചറിവ് ക്രൈസ്തവ സഭയ്ക്ക് ഒരു നഷ്ടപ്പെടുന്നുണ്ടോ? ഉദാഹരണത്തിന് ഇസ്ലാമിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് വ്യാപകമായ പ്രചരണങ്ങൾ സഭയ്ക്കുള്ളിലും
നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സഭയ്ക്കകത്ത് നടക്കുന്നത് ഒരു വലതുപക്ഷ ഹെഗേലിയൻ വർഗീയവാദമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെയുള്ള നസ്രാണികളെല്ലാവരും ലത്തീൻ കത്തോലിക്കരല്ല, ഞങ്ങൾ സുറിയാനിക്കാരാണ്, ഞങ്ങളൊക്കെ ബ്രാഹ്മണരായിരുന്നു എന്നുള്ള വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ ശ്രമിക്കുന്നത് ക്രൈസ്തവതയല്ല. ക്രൈസ്തവതയുടെ അവരിലേക്കുള്ള പുറപ്പാടാണ്. ജാതി നോക്കാതെ, മതം നോക്കാതെ, വർണ്ണം നോക്കാതെ. അതാണ് ക്രൈസ്തവതയുടെ തനിമ. ആ തനിമ വിട്ടുകൊണ്ട് ഇവർ പോകുമ്പോൾ ക്രൈസ്തവരാകാൻ മടിക്കുന്നു എന്നുള്ളതാണ്. ആ വിമർശനം സഭയുടെ നേതാക്കന്മാർക്കും ബാധകമാണ്. അവരൊക്കെ ജാതീയതയിൽ ആണി വെച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നു എന്ന ദുഃഖവും വിമർശനവുമാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഈ അധികാരവുമായിട്ട് സഭ, അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വാഞ്ച ഭയങ്കരമായിട്ട് സഭ അധികാരികൾക്കിടയിൽ തന്നെ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം താമരശ്ശേരി ബിഷപ്പ് പറഞ്ഞിട്ടു, ഞങ്ങൾ കിഴക്കൻ പശ്ചിമഘട്ടം മേഖല ഞങ്ങൾ പിടിച്ചെടുക്കും, അവിടെ ഞങ്ങൾ ഭരണം നടത്തും, മൃഗങ്ങളെ വേട്ടയാടും. ഇങ്ങനെയൊക്കെ പറയുന്നൊരവസ്ഥയിലേക്ക് എങ്ങനെയാണ് ഈ സഭ എത്തിച്ചേർന്നത്? ഇത് ഗൗരവമായ ചോദ്യമാണ് ചജി. അധികാരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമ്മുടെ ഇവിടുത്തെ പിതാക്കന്മാർക്ക് വികലമായോ എന്ന ആശങ്ക എനിക്കുണ്ട്. പഴയ കാലത്ത് അധികാരത്തിൻ്റെ കാഴ്ചപ്പാട് പുലർത്തിയത് സീസറിൻ്റെ കാഴ്ചപ്പാടായിരുന്നു. സീസറായിരുന്നു എല്ലാം, ദൈവം തന്നെ സീസറായിരുന്നു, അതിനപ്പുറത്തൊന്നും ഉണ്ടായിരുന്നില്ല. പ്ലേറ്റോയുടെ പ്ലേറ്റോ ഭയങ്കരമായി സഭയെ സ്വാധീനിച്ച ആളാണ്. പ്ലേറ്റോയ്ക്ക് അധികാരി, രാജാവ്, ഫിലോസഫറാണ്. ആരാ ഫിലോസഫർ? ഈ ഗുഹയ്ക്ക് പുറത്ത് ജീവിക്കുന്ന വെളിച്ചം കണ്ടവൻ. ആരെയാണ് ഭരിക്കുന്നത്? ഗുഹയിലുള്ളവരെ. അതുകൊണ്ട് ഗുഹയിലുള്ളവരോട് ചോദിക്കണോ? വേണ്ട, ഒരാവശ്യമില്ല, ഏകാധിപതിയാണ്. കാരണം അയാൾ പറയുന്നത് നിന്നിലുള്ള സ്വർണത്തിൻ്റെ അംശം കൂടുതലുള്ളവരാണ് അധികാരത്തിൽ വരുന്നത്, അധീരന്മാർ ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ളവർ. ഇത് ശുദ്ധ വർഗീയതയാണ്. പ്ലേറ്റോ പറഞ്ഞാൽ അതാണ്. കാൾ പോപ്പറിൻ്റെ ഓപ്പൺ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് എനിമീസ് എന്നുള്ള പുസ്തകമുണ്ടല്ലോ, അതിൽ ഒന്നാം സ്ഥാനത്ത് ഓപ്പൺ സൊസൈറ്റി, ഡെമോക്രാറ്റിക് സൊസൈറ്റി ശത്രുവായി നിൽക്കുന്നത് പ്ലേറ്റോ ആണ്. പ്ലേറ്റോയെക്കുറിച്ച് അങ്ങനെ പറയാൻ ആ കാഴ്ചപ്പാട് ഇന്നും തുടരാൻ സാധ്യതയുണ്ട്. സഭയിൽ ഒരു കാലത്ത് ഉണ്ടായിരുന്നു. അത് ആ രാജാക്കന്മാരായിരുന്നു, കോടതിയിൽ വരെ രാജാവാണെന്ന് പറഞ്ഞ ആളുകളിവിടെയുണ്ട്. ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവരോട് പറയുന്നൊരു കാര്യം. സിനഡാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീക്ക് വാക്കാണ്, ആളുകൾക്ക് മനസ്സിലായത്. അതിൻ്റെ അർത്ഥം സംഭാഷണത്തിൻ്റെ മാർഗത്തിലൂടെയാണ് അധികാരം വിനിയോഗിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കേട്ട് വേണം ദൈവത്തിൻ്റെ ഹിതം എന്നതറിയാൻ. ആ കേൾവിയില്ലാത്തടത്ത് ആധിപത്യമാണ് ഭരിക്കുന്നത്. ആധിപത്യത്തിൻ്റെ ഭരണവും അതിൻ്റെ വാഴ്ചയും ഉണ്ടാകുമ്പോൾ ജനങ്ങൾ കഴുതകളായി മാറുന്നു, മാറ്റപ്പെടുന്നു എന്ന പ്രതിസന്ധിയുണ്ട്. ഇവിടെ ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ സീറോ മലബാർ സഭയെക്കുറിച്ച് ഞാൻ പറയുന്നത്, ജനങ്ങളും അവിടുത്തെ അൽമായരും വൈദികരേക്കാൾ, മെത്രാന്മാരേക്കാൾ കൂടുതൽ പ്രബുദ്ധരും വിജ്ഞാനമുള്ളവരും എഡ്യൂക്കേറ്റഡുമാണ് എന്ന കാര്യം ഇവർ മനസ്സിലാക്കുന്നില്ല എന്നുകൂടി പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അവരെ സേവിക്കാനാണ് മെത്രാനും അച്ഛനും ആകുന്നത്, അല്ലാണ്ട് അവരെ ഭരിക്കാനല്ല. ഈ വിവേകം ഉണ്ടായില്ലെങ്കിൽ സഭയുടെ ഭാവി അപകടകരമാകും എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. മാർപ്പാപ്പ അതാണ് അതിനേറ്റവും നല്ല മാതൃകയായി കാണിക്കുന്നത് ഡോസ്റ്റോവസ്കിയുടെ നോവലുകളാണ്. സംഭാഷണമാണ് അവിടെ. സത്യം വീണ്ടെടുക്കുന്നതും സത്യം അറിയുന്നതും സംഭാഷണത്തിലൂടെയാണ്. ഈ സംഭാഷണത്തിൻ്റെ മാർഗമാണ് ജനാധിപത്യ മാർഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഡെറീഡ പറഞ്ഞു, ലിറ്ററേച്ചർ ഈസ് ഡെമോക്രസി, ഡെമോക്രസി ഈസ് ലിറ്ററേച്ചർ. സാഹിത്യം, കല, കവിത ഇതിലൊക്കെയാണ് മതത്തിൻ്റെ ആത്മീയതയുടെയും അടിസ്ഥാനമിരിക്കുന്നതെന്ന് തിരിച്ചറിയണം. ആ തിരിച്ചറിവ് ഉണ്ടാകുന്നില്ല എന്ന ദുഃഖം ആണ് ഞാൻ പറഞ്ഞത്. ഈ മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത്, അതായത് മതം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കത്തോലിക്ക സഭ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലെ ഇടപെടുന്നത് ആദ്യം എനിക്ക് തോന്നുന്നത് 57 വിമോചന സമരകാലത്താണ്. വിമോചന സമരകാലം ഒരുപക്ഷെ അച്ഛന് നല്ല ഓർമ്മ ഉള്ള കാര്യമായിരിക്കും. അങ്കമാലി ഉൾപ്പെടെ വളരെ പ്രക്ഷുബ്ധമായ സഭയുടെ ഒരു പ്രക്ഷോഭം നടന്ന സ്ഥലമാണ്. എന്താണ് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ? തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ വിമോചന സമരം നന്നായിട്ട് ഓർമ്മിക്കുന്നുണ്ട്. അന്ന് സഭയുടെ അന്നത്തെ ആളുകൾ ഗൗരവമായ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കി സമരം തുടങ്ങിയതാണ്. ആ സമരത്തിൽ
ജയിച്ചോ തോറ്റോ എന്നുള്ളതല്ല പ്രശ്നം. ആ സമരത്തിൻ്റെ മാർഗവും പ്രതിരോധത്തിൻ്റെ മാർഗവും എന്നും സഭയ്ക്കുണ്ടാകണം. ഏത് അനീതിയും പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടാകണം. ആ കഴിവ് അടിയറ വയ്ക്കരുത്. ഇവിടെ നാം കാണുന്നത് അധികാരത്തോട് വിധേയത്വം പുലർത്തി അടിമപ്പെടുത്തുന്ന മനോഭാവം വർദ്ധിക്കുന്നു എന്നാണ്. പ്രതിരോധിക്കാൻ കഴിവില്ലാത്ത, പ്രതിരോധിക്കാൻ ശേഷിയില്ലാത്ത, സ്വന്തം ധാർമ്മിക ബലത്തിൽ നിൽക്കാൻ കഴിയാത്ത സഭ ഉണ്ടാകുന്നതായിരിക്കും സഭയുടെ ഏറ്റവും വലിയ ദ്രോഹം. അതായിരിക്കും സഭയ്ക്കുണ്ടാകുന്ന ഏറ്റവും വലിയ വിപത്തും. അത് നോക്കാനും കമ്മ്യൂണിസത്തെ മനസ്സിലാക്കാനും വിമർശിക്കേണ്ടിടത്ത് വിമർശിക്കാനും ഒക്കെയുള്ള ആത്മധൈര്യവും ചങ്കൂറ്റവും അത് ചെയ്യുമ്പോൾ മുസ്ലിം വിഭാഗത്തെ ആരെയും വെറുക്കാൻ പഠിപ്പിക്കരുത്. ഇവിടെ വർഗീയത പഠിപ്പിക്കുന്നവരുണ്ടാകാം. ഇവിടെ തന്നെ ഒരു പ്രസ്താവന സിനിലിറക്കി ലവ് ജിഹാദിനെ കുറിച്ച്. ഇന്ത്യയിലെ NIA പോലും ഇല്ല എന്ന് പറഞ്ഞതാണ് ഇവരുണ്ടെന്ന് പറയുന്നത്. ഇവർക്ക് വല്ല വെളിവുകളുണ്ടോ? നമ്മൾ ഇതൊക്കെ പറയാൻ ഉള്ള വിവേകം, ഇവിടെയുള്ള വിവേകം സാമാന്യ ബോധവുമായിട്ട് കോമൺ സെൻസ് എന്ന് പറയുന്നതായിട്ട് ഈ ആരോപണങ്ങൾ ഉയർത്തുന്ന വലിയ തോതിലുള്ള തിരിച്ചടികൾ പിന്നീടുണ്ടാവാൻ സാധ്യതയുണ്ട്. തിരിച്ചടി ഉണ്ടാവുമല്ലോ. ഇതൊക്കെ നമ്മൾ സ്വന്തം അയൽവക്കത്ത് ജീവിക്കുന്ന വെറുക്കാൻ പഠിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കരുത്. അങ്ങനെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ പാടില്ല. മത്സരിച്ചാണ് ഇപ്പോൾ അങ്ങനെ അന്തരീക്ഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കാനുള്ള ഒരു കാരണങ്ങളും സഭയിൽ നിന്ന് ഉണ്ടാകരുത്. മാർപ്പാപ്പ മുസ്ലിം സമൂഹങ്ങളെ എത്ര മനോഹരമായി ബന്ധപ്പെടുന്നു. ആ തീർച്ചയായിട്ടും എല്ലാ സമൂഹത്തിനും ഇതിനെ പ്രതിസന്ധികൾ ഉണ്ടാകാം. അവരതിൽ സംരക്ഷിക്കാനും അവരെ കൂടെ നിർത്താനും ഒക്കെയുള്ള ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ആയിട്ട് ഏകോദര സഹോദരങ്ങളെ ജീവിക്കാനുള്ള ഒരു പാഠമാണ് ഈ പാരമ്പര്യത്തിലൂടെ നമ്മൾ കൈവന്നത്. അത് നഷ്ടപ്പെടുത്താൻ ആരും കാരണമാകരുത് എന്ന് വളരെ വിവേകത്തോട് പറയേണ്ട കാലഘട്ടമാണ്. ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, വൈദികർ വലിയ ശതമാനം വൈദികർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ പിതാക്കന്മാർ പലരും മനസ്സിലാക്കാതെ പോകുന്നു എന്നതിൻ്റെ പ്രത്യക്ഷങ്ങൾ, അതിൻ്റെ തെളിവുകൾ ചരിത്രം ഉണ്ടാകുകയാണ്. അതല്ല നമ്മുടെ വഴി. സംഭാഷണത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പരസ്പരം അംഗീകാരത്തിൻ്റെയും വഴിയിലൂടെ മുന്നോട്ട് പോകുന്നതാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ തനിമ എന്ന് തിരിച്ചറിയാൻ. പഴയ വിമോചന സമരത്തിൻ്റെ ഒരു ഹാങ് ഓവർ സഭയെ എല്ലാ കാലത്തും നയിക്കുന്നുണ്ടോ? ചില പ്രതികരണങ്ങൾ കാണുമ്പോൾ അതിങ്ങനെ ഈ ബെലിറ്റൽസിയൊക്കെ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ചെയ്തതിനെ കുറിച്ചുള്ള പുറകോട്ട് പോക്കുന്ന ആവശ്യമില്ലാത്ത കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഇന്ന് പിണറായി വിജയൻ ഏറ്റവും നല്ല മെത്രാനാകുമെന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു ആർച്ച് ബിഷപ്പാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, എനിക്ക് പിണറായിയുടെ വിരോധവുമില്ല. പക്ഷേ കൂട്ടിക്കുഴച്ചൊക്കെ സാമ്പാർ കുഴപ്പമെന്നൊക്കെ സൂക്ഷിച്ചു വേണം. അതുകൊണ്ട് നമ്മളൊരു ക്രിട്ടിക്കൽ കോൺഷ്യസ്നെസ് എന്ന് മാർക്സ് പറഞ്ഞത് വളരെ ശരിയാണ്. അത് ധാർമ്മിക ബോധമാണ്. ഹെൽഡൻ എന്ന കവി പറയുന്നുണ്ട്, അളന്ന് താമസിക്കണമെന്ന്, അളന്ന് വസിക്കണമെന്ന്. ചുറ്റുപാടുകളെയും മറ്റ് സാഹചര്യങ്ങളെയും നമ്മൾ വിലയിരുത്തി വേണം മുന്നോട്ട് പോകാൻ. ആ വിലയിരുത്തുമ്പോൾ സാഹോദര്യവും സ്നേഹവും പരമപ്രധാനമാണ്. ഏറ്റവും വലിയ സത്യം സ്നേഹമാണ്. അതിനപ്പുറവും സത്യമില്ല. അതാണ് ക്രിസ്തുവിൻ്റെ കനിമ. അത് വിട്ടുള്ള പ്രസ്ഥാനങ്ങളല്ല ആൻറ്റി ക്രിസ്ത്യനാണ്. അതാണ് ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം. ആഗോളതലത്തിൽ നോക്കുമ്പോൾ ഈ സഭ ഒരു തിരിച്ചടി നേരിടുന്നുണ്ടെന്ന് പറയാം. പലപ്പോഴും യൂറോപ്പിലൊക്കെ പള്ളികൾ ആളില്ലാതെ മറ്റ് സ്ഥാപനങ്ങളായിട്ട് മാറുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളികൾ. കേരളത്തിലെ അവസ്ഥയിൽ എത്തിയിട്ടില്ല. പക്ഷേ കേരളത്തിൽ സഭാ നേതൃത്വത്തേക്ക് പുറമേ നിന്ന് കാണുന്നവർ വളരെ മോശം രീതിയിൽ പ്രതികരിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ പലപ്പോഴും എത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഫ്രാങ്കോ ഉൾപ്പെടുന്ന ആരോപണങ്ങൾ, സമരം, കന്യാസ്ത്രീകൾ തെരുവിലിറങ്ങിയ സമരം, ഇതൊക്കെ സഭാ അധികാരികളോട് വളരെ വിമർശനാത്മകമായിട്ട് പൊതുസമൂഹം നോക്കിക്കണ്ട ഒരു സമയമാണെന്ന് തോന്നുന്നു. ഇത് ഈ നേരത്തെ പറഞ്ഞ ധാർമ്മികതയുടെ അപജയമാണോ ഈ തീർച്ചയായിട്ടും ഫ്രാങ്കോ പ്രശ്നം? ഞാൻ പറയുന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനിങ്ങനെയുള്ള സ്കാൻഡൽസ് നേരിട്ടാണ് എൻ്റെ PRO എന്ന കാലത്ത്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ആയിരക്കണക്കിന് കന്യാസ്ത്രീകളും ആയിരക്കണക്കിന് അച്ഛന്മാരും ജീവിക്കുന്നിടത്ത് 1-2 പേർ പഴച്ചു പോകാൻ വഴുതി വീഴാം. ആ വഴുതി വീണത് പുണ്യമാണെന്ന് പറയുന്നത് അത് തെറ്റാണ് എന്ന് പറയുന്ന ആ തെറ്റേറ്റ് പറയുന്ന സഭയാകണം. എനിക്ക് തെറ്റിപ്പോയി. ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം വായിച്ചിട്ടുള്ളതും ആദരിക്കുന്നതുമാണ് അഗസ്റ്റിൻ്റെ ആത്മകഥയാണ്. ഇത്രമാത്രം കുറ്റബോധവും പാവബോധവും ഉള്ളൊരു മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ല.
അദ്ദേഹത്തിന് ഒരു പെണ്ണിനെ പഠിപ്പിച്ച് കുട്ടി വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ മനുഷ്യൻ അനുതാപത്തിൻ്റെ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് കൺഫെഷൻ എന്നാണ്, ഏറ്റുപറച്ചിലാണ്. ഈ ഏറ്റുപറച്ചിൽ ഉണ്ടാകുമ്പോഴാണ് നന്മ ഉണ്ടാകുന്നത്. ഒരു ബിഷപ്പിന് തെറ്റുപറ്റാം. ആ ബിഷപ്പിനെതിരെ കന്യാസ്ത്രീ ആരോപണം ഉന്നയിച്ചപ്പോൾ ആ ആരോപണമായി കന്യാസ്ത്രീ പാലാ ബിഷപ്പിനെ സമീപിച്ചതാണ്. ഇത് സംഭവിച്ച സ്ഥലത്താണത്. മേജറാസിസം അവർക്കിതൊക്കെ പക്വമായി, വിവേകത്തോടെ, സത്യനിഷ്ഠമായി, നീതിപൂർവം പരിഹരിക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കാമായിരുന്നു. ചെയ്തില്ല. സഭയുടെ സംവിധാനങ്ങൾ പാടെ തകർന്ന് തരിപ്പണമായ അനുഭവം ഉണ്ടായത്. അതാണ് ജനങ്ങൾക്ക് ക്ഷോഭമുണ്ടാകുന്നത്. ഒരാൾ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരാൾക്ക് അബദ്ധം പറ്റി വീഴ്ചയുണ്ടായി, വീഴ്ചകൾ ഉണ്ടാകാവുന്നതാണ്. വീഴ്ചകളെ പുണ്യപ്പെടുത്തരുത്. ആ കാലഘട്ടത്തിൽ ആരുടെ കൂടെയായിരുന്നു മെത്രാനായിരുന്നത്? ഫ്രാങ്കോയുടെ കൂടെ. അത് നമ്മൾ ആലോചിക്കണം. എന്തിനാണ് ആര് തെറ്റ് ചെയ്തു എന്നുള്ളതല്ല പ്രശ്നം. കന്യാസ്ത്രീകൾ നിലവിളിച്ചപ്പോൾ ആ നിലവിളി കേൾക്കാനോ രുചിതാനുസാരി കവി എന്നാണ്. കരച്ചിലിന് പിന്നാലെ പോകാൻ ഇവർക്ക് കഴിഞ്ഞില്ല. ആ കരച്ചിലിനെ കേൾക്കാൻ ഒരു മനസ്സ് കാണിച്ചില്ല. അതുണ്ടാക്കിയത് എന്താ? കന്യാസ്ത്രീകളുടെ വേരറുത്ത കഥയായിരുന്നു. ഇന്ന് കന്യാസ്ത്രീ മഠങ്ങളിൽ പിള്ളേർ ചേരുന്നില്ല. എന്തുകൊണ്ട് ചേരുന്നില്ല? ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. അന്ന് അവരുടെ കൂടെ നിൽക്കേണ്ടതായിരുന്നു. ഞാൻ ആരെയും തള്ളിപ്പറയാനല്ല പറയുന്നത്. നമ്മൾ അതൊക്കെ മാന്യമായിട്ട് പരിഹരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാനോ അത് മാന്യമായി പരിഹരിക്കാനോ സഭയ്ക്ക് കഴിയാതെ പോയത് വലിയൊരു പരാജയമായിരുന്നു. ആ പരാജയത്തിന് കൊടുക്കേണ്ട വില വലുതാണ്. അത് സഭ നേരിടും. അത് വരുന്ന യുഗങ്ങളിൽ അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകും എന്ന് ഞാൻ കാണുന്നുണ്ട്. കന്യാസ്ത്രീ മഠങ്ങൾ ചാവറയച്ചൻ ജീവിച്ചിരുന്നപ്പോൾ ഒരൊറ്റ കന്യാസ്ത്രീയിലോ കേരളത്തിലുണ്ടായില്ല. ഇപ്പം നിങ്ങൾ നോക്കൂ, ഒരു പൂന്തോട്ടം പോലെയാണ് കന്യാസ്ത്രീ ഉണ്ടായത്. അത് സഭയ്ക്ക് സമ്പത്തായിരുന്നു. സഭയുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ നോക്കുക, ആണുങ്ങളുടെ ആധിപത്യത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. കന്യാസ്ത്രീകൾ കോളേജ് നടത്തുന്നുണ്ട്, ആശുപത്രി നടത്തുന്നുണ്ട്. എന്തൊച്ചമുണ്ട് അവിടെ? ശാന്തമായി നടത്താൻ ആൾക്കറിയാം. കന്യാസ്ത്രീകൾ കഴിവില്ലാത്തവരാണെന്ന് പറയുന്നത് കാലം കഴിഞ്ഞു. കന്യാസ്ത്രീകൾ കാല് കഴുകാൻ പാടില്ല എന്ന് വിധിച്ചവരാണിവർ. ഇതൊക്കെ മാറണം. സ്ത്രീകളും തുല്യമായി പുരുഷന്മാരെപ്പോഴും നിൽക്കാനും ആ മഹത്വം സ്ത്രീകൾക്ക് നൽകാനും യേശു കാണിച്ച ആ മനോഭാവം. വ്യഭിചാരണത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവന്നപ്പോൾ കല്ലെറിയാനല്ല പറഞ്ഞത്. യേശു നിങ്ങൾ പാവമില്ലാത്ത കല്ലെറിയാനാണ് പറഞ്ഞത്. ആ മനോഭാവം, ആ സ്ത്രീയോട് പെരുമാറിയ വിധവും ആ വിധത്തിൽ സ്ത്രീകളോട് പെരുമാറാൻ സഭ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ പറയാനുള്ളത്. സഭാ വക്താവായിരുന്ന ഒരു കാലത്തെപ്പറ്റി നേരത്തെ സൂചിപ്പിച്ചു. ഒരുപാട് പ്രശ്നങ്ങൾക്ക് മുമ്പിൽ വിശദീകരണം നടത്തേണ്ട ഒരാളായിരുന്നു അന്ന്. പല പ്രശ്നങ്ങളും സഭയ്ക്കുള്ളിലെ പൊതു ചോദ്യങ്ങൾക്ക് മുന്നിൽ വിശദീകരണം നടത്തേണ്ട ഒരാൾ. അങ്ങനെ ഉണ്ടായ ക്രൈസിസുകളൊന്ന് പറയാമോ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള ക്രൈസിസ് ഉണ്ടായിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ എനിക്ക് ഉത്തരം മുട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഞാൻ ഉത്തരം പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ, അത് ഏത് അവസരത്തിലാണ്? നമ്മളുടെ ഇപ്പോൾ അച്ഛന്മാരുടെ വീഴ്ച, അല്ലെങ്കിൽ മെത്രാന്മാരുടെ വീഴ്ച, കന്യാസ്ത്രീകളുടെ വീഴ്ച, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അത് ശരിയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടുണ്ടാകുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ടാകാം. അത് നുണ എന്നോട് പർക്കിപ്പിതാവ് ഈ ജോലിയേറ്റപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എപ്പോഴും സത്യം പറയുക. എല്ലാ സത്യവും പറയേണ്ടതില്ല. രണ്ടും ആയതുകൊണ്ട് തന്നെ സത്യം പറയുക, എല്ലാ സത്യവും പറയേണ്ടതില്ല. വളരെ ശരിയാണ്. ഈ സത്യം എപ്പോഴും എല്ലാ സത്യവും പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പറയാതെ വായിൽ വിരലിട്ട് മിണ്ടാതിരിക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സഭയെ സംരക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ടല്ല. സഭയെ അങ്ങനെ സംരക്ഷിക്കാൻ പറ്റില്ല. സഭയുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി. സഭയിലൊരു വീഴ്ചയുണ്ടാവില്ല എന്ന് സഭാധ്യക്ഷന്മാരാരും പറഞ്ഞിട്ടില്ല. സഭയിൽ പാതകങ്ങളുണ്ടായിട്ടില്ല, കുറ്റങ്ങളുണ്ടായിട്ടില്ല, കുറവുകളുണ്ടായിട്ടില്ല. ഏറ്റു പറയുക, എനിക്ക് തെറ്റിപ്പോയി. ഒരു കന്യാസ്ത്രീയുടെ പരസ്യമായി വിചാരം ചെയ്തതിൻ്റെ ചിത്രങ്ങളൊക്കെ വന്ന് വലിയ വിവാദം ഉണ്ടായ പ്രശ്നമുണ്ട്. ഞാൻ പ്രസ് കോൺഫറൻസ് വിളിച്ചു. ഞാൻ പറഞ്ഞു, ഈ ചെറുപ്പക്കാരല്ല ഇരുന്ന് അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പെങ്ങന്മാർക്കും എൻ്റെ പെങ്ങന്മാർക്കും എൻ്റെ പെങ്ങൾക്കും എൻ്റെ ചേട്ടൻ്റെ ഭാര്യയ്ക്കും എൻ്റെ അനിയൻ്റെ ഭാര്യയ്ക്കും സംഭവിക്കാവുന്നതാണ് ഈ കന്യാസ്ത്രീ സംഭവിച്ചതെല്ലാം ശരിയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ആത്മനിയന്ത്രണവും അച്ചടക്കവും ഇല്ലാതെയായി ഇതൊക്കെ സംഭവിക്കും. എനിക്കിത്രേ പറയാനുള്ളൂ. ഒരാൾ എന്നോടൊന്നും ചോദിച്ചില്ല, ഒരാളും ചോദിച്ചില്ല എന്നോട്. ഇത് മനസ്സിലാവും.
ഞാൻ പറഞ്ഞു ഇത് കന്യാസ്ത്രീ മഠത്തിലും സംഭവിക്കാം, വൈദികനും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ തെറ്റാണെന്ന് പറയാനുള്ള വിനയം, അതിനാരെയും മക്കെട്ട് കയറാതിരിക്കുക. ഒരാൾ തെറ്റിയെന്ന് ചോദിച്ച് നല്ലവരാകാൻ കഴിയില്ല എന്ന് ആരും പറയുന്നില്ല. തെറ്റ് തിരുത്താം, തെറ്റിയാൽ തെറ്റാണെന്ന് അംഗീകരിക്കുന്നതാണ് ഏറ്റവും വലിയ. ഞാൻ വേദനയോട് അനുസ്മരിക്കുന്നൊരു കാര്യമുണ്ട്. ആലഞ്ചേരി പിതാവിൻ്റെ ഈ പ്രശ്നം ഉണ്ടായില്ലോ, അന്ന് ഞങ്ങളുടെ വൈദിക സമിതി ഒരു തീരുമാനമെടുത്തു, ഈ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കാം. ക്ഷമിക്കാൻ യേശു പഠിപ്പിച്ചിട്ടുണ്ട്, ക്ഷമിക്കാനാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഇതെല്ലാം മാപ്പാക്കാം, ഒറ്റ അവസ്ഥയുള്ളൂ, പിതാവിന് തെറ്റിയെന്ന് ഞങ്ങൾ പറയണം. ഇത് പറയാൻ സന്നദ്ധമാണെന്ന് സെബാസ്റ്റ്യൻ എടന്തരത്ത് പിതാവ് എൻ്റെ അടുത്ത് ഞങ്ങളുടെ വൈദിക സമിതിയിലേക്ക് വന്ന് പറയാണ്. വലിയ പിതാവിൻ്റെ ആലഞ്ചേരി പിതാവിന് മുറിയിരുന്ന അദ്ദേഹം പറയുന്നു, പിതാവ് തെറ്റ് പറയാൻ സന്നദ്ധനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നു. 40-50 അച്ഛന്മാർ ഞങ്ങളുടെ പ്രസ്ബിറ്ററി കൗൺസിൽ അംഗങ്ങളാണ്. ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, പിതാവ് ഞങ്ങളോട് ക്ഷമ പറഞ്ഞ് നാണം കെട്ടുന്ന അവസ്ഥ പിതാവിനുണ്ടാകണ്ട. നിങ്ങൾ 2 സായമെത്രാന്മാരിവിടെയുണ്ട്, നിങ്ങൾ 2 പേരോടും പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞാൽ മതി. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ബോധം, ഇവരെല്ലാവരും എതിർത്താൽ ഞാൻ പ്രശ്നത്തായില്ലേ ഈ അച്ഛന്മാർ. ഒരച്ഛനെ എതിർത്തില്ല. പിതാവ് തിരിച്ചുപോയി. പിന്നെ വന്ന് പറഞ്ഞത് വക്കീലന്മാർ സമ്മതിക്കുന്നില്ല ക്ഷമ ചോദിക്കാമെന്നാണ്. ഞാൻ എന്താ പറയുക. അതുപോലെ വക്താവായിരിക്കുന്ന കാലത്താണ് TJ ജോസഫ് സാറിൻ്റെ ഇഷ്യൂ ഉണ്ടാകും. സഭയുടെ ഭാഗത്ത് നിന്നിട്ട് അച്ഛൻ്റെ പ്രതികരണം വളരെ ഞെട്ടലുണ്ടാക്കിയൊരു സംഭവം. ജോസഫ് സാറ് തെറ്റുകാരൻ തന്നെയാണെന്നൊക്കെയുള്ള രീതിയിലുള്ള. ഞാൻ അദ്ദേഹത്തോടു കൂടെ അദ്ദേഹത്തെ വീട്ടിൽ ഞാൻ പോയിട്ട് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെന്ന് കുറച്ച് സുഹൃത്തുക്കളാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രസാദത്തിൽ ഞാൻ പോയിരുന്നു. സഭയുടെ ഭാഗത്ത് നിന്ന് അവിടെ അന്ന് സഭാധികാരികൾ അനാവശ്യമായി ഭീതിയിലായിപ്പോയി എന്നാണ് എനിക്ക് തോന്നിയത്. ആ ഭീതിയിൽ ഈ സാറിനോടൊക്കെ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ വിട്ടുപോയി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അവരോടും പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ മീഡിയയിലും പറഞ്ഞു. അത് അത്ര സുഖകരമായ വാർത്തയാവില്ല. സത്യം എപ്പോഴും സുഖകരമല്ല, ധർമ്മത്തിൻ്റെ വഴിയും എപ്പോഴും സുഖകരമല്ല. അത് ചിലപ്പോൾ നമ്മൾ അറിയണം. ഞാൻ നുണ പറയാൻ നിയുക്തനായ വക്താവല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ഈ വളരെ മോശമായ രീതിയിലൊക്കെയുള്ള ആക്രമണങ്ങൾ അച്ഛൻ നേരെ വന്നിട്ടുണ്ട്. അല്ലെ PC ജോർജ് ഒരിക്കൽ വളരെ മോശമായൊരു പ്രതികരണം അച്ഛനെതിരെ. പക്ഷെ അന്നും അച്ഛനൊന്നും മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല. PC ജോർജിന് മറുപടി പറയേണ്ടത് ഞാനല്ല. എനിക്ക് എൻ്റെതായ മാന്യത. അത് ഫ്രാങ്ക് പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ എന്നെ വിമർശിക്കാൻ അധികാരമില്ല എന്ന് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് വിമർശിക്കാൻ കഴിയുമ്പോൾ എന്നെ വിമർശിക്കാൻ ആൾക്ക് കഴിയും. പിന്നെ അതൊക്കെ സഭ്യമായിട്ടും മാന്യമായിട്ടും ചെയ്യാനുള്ള ഉത്തരവാദിത്വം അവരുടെ. അതല്ലാതെ ചെയ്താൽ ആളുകൾക്ക് മനസ്സിലാകും. മാന്യതയൊക്കെ ആളുകൾക്ക് മനസ്സിലാവുന്ന ആളാണ് ഭാഷ. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയേണ്ട കാര്യമില്ല. അത് എൻ്റെ മാന്യത ഞാൻ കാക്കുക, മറ്റുള്ളവരുടെ മാന്യത അവർ കാക്കട്ടെ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ 75 വർഷത്തെ ജീവിതം ഒരു പുസ്തക രൂപത്തിലെത്തിയിരിക്കുകയാണ്. ജീവിതത്തിൻ്റെ ഒരു ആറ്റിക്കുറുക്കിയെടുത്ത ഒരു എന്താണ് തിരിഞ്ഞു നോക്കുമ്പോൾ? എനിക്ക് സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. ഒരു ജീവിതം ധന്യമായി ജീവിച്ചു എന്ന ഒരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. കാരണം പോരായ്മകളും പ്രതിസന്ധികളും കുറ്റങ്ങളും കുറവുകളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്, എന്നെ വിമർശിച്ചിട്ടുണ്ട്. വിമർശിക്കപ്പെടാൻ ഞാൻ യോഗ്യനുമാണ്. ഞാൻ തെറ്റാവരമുള്ളവനാണ് എന്നൊരിക്കലും ഒരാളോടും പറഞ്ഞിട്ടില്ല. എനിക്ക് തെറ്റാവരമൊന്നുമില്ല. എനിക്ക് തെറ്റിയിട്ടുണ്ട്. തെറ്റിയാൽ തെറ്റി ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താനും ഞാൻ തയ്യാറാണ്. ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് തിരിച്ചു നോക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഷെല്ലി പറഞ്ഞിട്ടുണ്ട്, ജീവിതം എന്താണെന്ന് ജീവിച്ചവരോട് ചോദിക്കാൻ. ഞാൻ ജീവിച്ചവരെഴുത്തും ചൊല്ലും. ഇതൊരായിത്തീരലിൻ്റെ കഥയാണ്. നിരന്തരമായ സംഘർഷങ്ങളിലൂടെയാണ് ആയിത്തീരുന്നത്. ഈ സംഘർഷങ്ങൾ മനസ്സിൽ നടക്കുന്നതാണ്, മനുഷ്യൻ്റെ ബോധത്തിൽ നടന്നത്. ബോധമാണ് സംഘർഷങ്ങളെ സമന്വയിപ്പിക്കേണ്ടത്. ആ സമന്വയിപ്പിക്കൽ നടക്കേണ്ടത് മൊറാലിറ്റിയിലാണ്, ധാർമ്മികതയിലാണ്, ആത്മീയതയിലാണ്. ഈ ആത്മീയത എന്ന് പറയുന്നത് സംഘർഷങ്ങളെ ഒത്തിണക്കി യോജിപ്പിച്ച് സൗഹൃദമായി മുന്നോട്ട് പോകുന്നതിലാണ്. അവിടെയാണ് ഞാൻ ഹേയലിനോട് യോജിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സംഘർഷങ്ങൾ സമൂഹത്തിലേക്ക് വഴുതി വീണ്
വിപ്ലവങ്ങളും അടിപിടികളും ഉണ്ടാക്കാൻ പോകരുത് എന്ന് പറയാനുള്ള കാരണം, അങ്ങനെ ജീവിക്കുമ്പോൾ എനിക്കൊരു ആദർശമുണ്ട്. ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നതാണ്. ക്രിസ്തു തല്ലുകൊണ്ടവനാണ്, കൊല്ലപ്പെട്ടവനാണ്. അവൻ ഈ പ്രതിസന്ധികൾ നേരിട്ടത് രൂക്ഷമായി യേശു വിമർശിച്ചവനാണ്. അത് പ്രതിരോധിച്ചവനുമാണ്. ആ പ്രതിരോധവും വിമർശനവും ജീവിതത്തിലുള്ളതീളത് ഒരു പ്രവാചകൻ്റെ എല്ലാ മാനങ്ങളും അദ്ദേഹത്തിന് യേശുവിനുണ്ടായിരുന്നു. അത് എന്നോട് പറയുന്നത് സ്വന്തം അന്തരാത്മാവിൻ്റെ ദൈവം വസിക്കുന്നുണ്ടെങ്കിൽ അത് എന്നിലാണ്. ആ ദൈവത്തെ കണ്ടെത്തി ജീവിക്കുന്നതാണ് മഹത്വം. നമ്മൾ ഓർക്കുക, സോഫോക്ലിസിൻ്റെ ആൻ്റഗണി തൻ്റെ സഹോദരൻ്റെ ശവം അടക്കാതിരിക്കുന്ന രാജാവ് ദൈവത്തിൻ്റെ നിയമം ലംഘിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അവൾ രാജാവ് ധിക്കരിച്ചത്. അതിൻ്റെ പ്രേരണ തന്നിൽ തന്നെയുള്ള ദൈവികതയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഇതാണ് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നത്, പ്രതിരോധങ്ങൾ ഉണ്ടാക്കുന്നത്, വിമർശനം ഉണ്ടാക്കുന്നത്. അത് അഗസ്ത്യൻ പറയുന്ന മനോഹരമായ വാചകമുണ്ട്. ലോർഡ്, യു വെയർ വിത്ത് മീ, ഐ വാസ് നോട്ട് വിത്ത് യു. അതാണ് യു വെയർ വിത്തിൻ മീ, ഐ വാസ് ഔട്ട് സൈഡ്. ഇത് വളരെ നിർണായകമാണ്. നീ എന്നിലായിരുന്നു, ഞാൻ നിന്നിലായിരുന്നില്ല. ഇതാണ് പാപബോധം, ഇതാണ് കുറ്റബോധം. അതെനിക്കുണ്ട്. പക്ഷേ എന്നുള്ള മനസാക്ഷി, ഹൈഡഗർ പറയുന്നൊരു പ്രയോഗമുണ്ട്. എന്താണ് മനസാക്ഷി? ദ സോങ് ഇൻ മൈസെൽഫ് വിച്ച് ഈസ് നോട്ട് മൈ സോങ്, ദ വോയിസ് വിത്തിൻ മൈസെൽഫ് വിച്ച് ഈസ് നോട്ട് മൈ വോയിസ്, വോയിസ് ഓഫ് ദി അതർ. ഈ അതറിന് ദൈവം എന്ന് വിളിക്കണമെന്നില്ല, പലത് വിളിക്കുക. അപരൻ്റെ ശബ്ദം, അതിന് ചെവി കൊടുക്കുമ്പോഴാണ് ഞാൻ മാന്യനാകുന്നത്, മനുഷ്യനാകുന്നത്. അതുകൊണ്ടാണ് കവി പറഞ്ഞത് രുദിതാനുസാരി കവി. രുദിതം, കരച്ചിൽ കേൾക്കുന്നവനാണ് കവി. ആ കാവ്യഹൃദയമാണ് മനുഷ്യനുണ്ടാകേണ്ടത്. ആ കാവ്യത്തിൻ്റെ സ്രോതസ്സാണ് ദൈവം എന്ന് ഞാൻ പറയുന്നത്. ബൃഹദാരണ്യക ഉപനിഷത്തിൽ ഇടിവെട്ടിൻ്റെ വേദത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദത്താ ദയത്വം ദമ്യത, ദാനം ചെയ്യുക, സംയമനം കാണിക്കുക, കരുണ കാണിക്കുക. ഇതാണ് അതേ കാര്യമാണ് മോസസിന് സീനാമലയിലുണ്ടായത്. മോസസ് ദൈവം സംസാരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ താഴ്ന്ന ജനങ്ങൾ കേട്ട എന്താ? ഇടിവെട്ടാണ്. ആ ഇടിവെട്ടിനെ അദ്ദേഹം തർജ്ജമ ചെയ്ത് എഴുതിയപ്പോൾ 10 പ്രമാണങ്ങളായിരുന്നു. ഇതാണ് തർജ്ജമ, ഇതാണ് കാവ്യം. പ്രവാചകന്മാരും കവികൾക്കും ഇത് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഏത് മനുഷ്യൻ കേൾക്കാൻ കഴിയും. അത് കേട്ട് എഴുതുക, അത് കേട്ട് ജീവിക്കുക. അതാണ് മനുഷ്യൻ്റെ അടിസ്ഥാനം. അത് തൻ്റെ തന്നെ സത്തയോ, മാർക്സ് പറഞ്ഞത് തൻ്റെ സത്തയോടുള്ള പ്രതിബദ്ധതയാണ്, ഉത്തരവാദിത്വമാണ്. ആ സത്ത മനസ്സിലാക്കുമ്പോൾ അത് ആത്മീയതയാണ്, മൊറാലിറ്റിയാണ്. ആ മോറൽ ലൈഫ് ജീവിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാകാതെ സാമാന്യം കുഴപ്പമില്ലാതെ ജീവിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ ചാരിതാർത്ഥ്യവും സന്തോഷവും. താങ്ക് യു.